വെൽക്കം ടു PSC സഹചാരി. 2025 ജനുവരി 11 ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി രാമനാട്ടം. നമുക്കറിയാം കഥകളിയിൽ 24 മുദ്രകളാണുള്ളത്. 8 ചടങ്ങുകൾ ഇതിലുണ്ട്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവാണ് കോട്ടയത്ത് തമ്പുരാൻ. കാലിൽ ധരിക്കുന്ന ആഭരണത്തെയാണ് നമ്മൾ കച്ചമണി എന്ന് പറയുന്നത്. കഥകളി വിളക്കിനെ പറയുന്ന പേരാണ് ആട്ടവിളക്ക്. കഥകളിയിലെ പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ഇടയ്ക്ക, ശംഖ് ഇതൊക്കെ എന്താണ്? ഇത് ചില സ്ഥലങ്ങളിൽ ഇതും കൂടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ PSC ആദ്യം നമ്മൾ പറഞ്ഞ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ആൻസർ ആയിട്ട്. കഥകളിയിലെ സംഗീതമാണ് സോപാന സംഗീതം. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് അസ്തലക്ഷണ ദീപിക. ഇതിൻ്റെ കർത്താവാണ് ആര്? കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. നമുക്കറിയാം കഥകളി ദിനമാണ് ഒക്ടോബർ 16. ഒക്ടോബർ 16 വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമാണ്. 2019 മുതലാണ് കഥകളി ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. നെക്സ്റ്റ് ആണ് മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവാണ് കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് ലാസ്യം. ഇത് ഗണപതി വന്ദനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മോഹിനിയാട്ടത്തിലെ ഭാഗങ്ങളാണ് ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. കേരളത്തിൽ നിന്നും ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തങ്ങളാണ് കഥകളി, മോഹിനിയാട്ടം. ഈ മോഹിനിയാട്ടത്തിൻ്റെ പ്രധാന ഭാവമാണ് ലാസ്യം അല്ലേ? അപ്പോൾ ഇതിലെ അടിസ്ഥാന ഗ്രന്ഥമാണ് വ്യവഹാരമാല എന്ന് പറയുന്നത്. വ്യവഹാരമാലയുടെ കർത്താവാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഇനി മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് കർണാട്ടിക് സംഗീതം. നെക്സ്റ്റ് ആണ് തെയ്യം. തെയ്യം മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. കളിയാട്ടം, തിറയാട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് തെയ്യത്തെയാണ്. തെയ്യത്തിലെ ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കുക. തെയ്യവുമായി ബന്ധപ്പെട്ട പാട്ടാണ് തോറ്റം പാട്ട്. ഈ വെള്ളാട്ടം തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. അപ്പോൾ നമുക്കറിയാം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവയാണ് നമ്മൾ നദികളായിട്ട് കണക്കാക്കുന്നത്. കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 3 എണ്ണം കിഴക്കോട്ടും 41 എണ്ണം പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഈ 44 നദികളിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം 11 ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്ററാണ്. ഈ കടലിൽ പതിക്കുന്നതിൽ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അരിയൂർ പുഴ. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വലുതാണ് കബനി, ഏറ്റവും ചെറുതാണ് പാമ്പാറ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്, 12 എണ്ണമാണ് ഒഴുകുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ ചിങ്ങം 1. തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 1. കേരള പിറവി ദിനം നവംബർ 1. ലോക ഫുട്ബോൾ ദിനം മെയ് 25. സംസ്ഥാന കയർ ദിനമാണ് നവംബർ 5. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ലോക അങ്ങാടിക്കുരുവി ദിനമാണ് മാർച്ച് 20. 24ാമത്തെ ക്വസ്റ്റ്യൻ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ആൻസർ ബി, ഓപ്ഷൻ ബി നാഫ്ത. താപവൈദ്യുത നിലയത്തെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. 1998
അപ്പോൾ കായംകുളം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനമാണ് നാഫ്ത. ബ്രഹ്മപുരം ഡീസലാണ്. നല്ലളം ഡീസലാണ്. ചീമേനി പ്രകൃതിവാതകം. ഈ കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. ഇത് ചൂളത്തെരുവ് എന്ന സ്ഥലത്താണ്. കായംകുളത്ത് ചൂളത്തെരുവ് എന്ന സ്ഥലത്താണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. ഓപ്ഷൻ ബി നീണ്ടകരയാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966 മത്സ്യ ഫെഡ് 1984. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിന് ഫുൾ ഫോം ആണ് എന്ത്? ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. കേരളത്തിൽ ചാകര കണ്ടുവരുന്ന 2 കടപ്പുറമാണുള്ളത്. ഒന്ന് പുറക്കാടും പിന്നെ ഒന്ന് തുമ്പോളിയും. ഇത് രണ്ടും എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ഏത്? ഏറ്റവും കൂടുതൽ ചെമ്മീൻ. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം വന്നത് 1988. കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്ററാണ്. കടലോര മത്സ്യഗ്രാമങ്ങൾ 222 ഉൾനാടൻ മത്സ്യഗ്രാമങ്ങൾ 113. 26ാമത്തെ ക്വസ്റ്റ്യൻ, നെറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ കൈഗ കർണാടകയിലാണ്. കാക്രപ്പാറ ഗുജറാത്ത്. കൽപ്പാക്കം തമിഴ്നാടാണ്. നെറോറ ഉത്തർപ്രദേശാണ്. കോട്ട രാജസ്ഥാൻ. താരാപൂർ മഹാരാഷ്ട്ര. കൂടംകുളം തമിഴ്നാട്. റാവത്ത് ഭട്ട രാജസ്ഥാൻ. ഇതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണ് താരാപൂർ. ഇത് 1969 നിലവിൽ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്താണ്. 2024 നടന്നത് 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ്. 9 മെമ്പേഴ്സാണ് ബ്രിക്സിലുള്ളത്. ബ്രിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ചൈനയിലെ ഷാങ്ഹായി ആണ്. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ 3 തവണ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ്. 17ാമത്തെ ഉച്ചകോടിയാണ്. ബ്രിക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത് ഷാങ്ഹായി ചൈനയിലാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. അപ്പോൾ ഇന്ത്യയിൽ പരുത്തി തുണി വ്യവസായം ആരംഭിച്ചത് 1818 ബംഗാളിലെ ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് ആരംഭിച്ചത് ബംഗാളിലെ റിഷ്ര എന്ന സ്ഥലത്താണ്. പിന്നെ അതുപോലെ തന്നെ പരുത്തി, പാല്, ചണം, കന്നുകാലി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1ാമതാണ്. പട്ട് ഉൽപ്പാദനത്തിൽ ചൈനയാണ് ഫസ്റ്റ്, സെക്കൻഡ് ഇന്ത്യ. പഞ്ചസാര ഉൽപ്പാദനത്തിൽ ബ്രസീലാണ് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് ഇന്ത്യ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? അപ്പോൾ ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം മധ്യപ്രദേശാണ് ആൻസർ കൊടുത്തത്. പക്ഷേ SCERTയിൽ ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? ഉൽപ്പാദനമല്ല ചോദിച്ചത്, മറിച്ച് നിക്ഷേപമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നിക്ഷേപം കൂടുതലുള്ളത് ഒഡീഷയിലാണെന്നാണ് ഗവൺമെൻറ് സൈറ്റ്സിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഡിലീഷന് പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ വരുന്നത് ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് 1992 UN ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നതാണ്. ഇത് ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ആദ്യത്തെ ഭൗമ ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗൃഹ വാതക ബഹിർഗമനം കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ പിന്നെ എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്